നമസ്കാരം. കോഴിക്കോട് നഗരത്തെ നടുക്കിയ പാളയം പുതിയ കോവിലകം പറമ്പ് സ്വദേശി ബിജുവിന്റെ ദാരുണമായ കൊലപാതകത്തിൽ ക്രൂരമായ വിവരങ്ങൾ പുറത്ത്. ലഹരിക്കടിമയായിരുന്ന പ്രതിയെ ബിജു മുൻകൈയെടുത്ത ലഹരിമുക്ത കേന്ദ്രത്തിലാക്കിയതിലുള്ള കടുത്ത വൈരാഗ്യമാണ് ചോരക്കളിയിലേക്ക് നയിച്ചത്. സംഭവത്തിൽ ബിജുവിന്റെ ബന്ധുവും പാളയം സ്വദേശിയുമായ കുറ്റിയിൽ താഴെ തെക്കിനടുത്ത് മീത്തൽ ദീപക്കിനെ പോലീസ് അടിയന്തരമായി അറസ്റ്റ് ചെയ്തു. 21 വയസ്സ് മാത്രമാണ് ദീപക്കിനുള്ളത്. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ AP ഷൗക്കത്തലിയുടെ നിർദ്ദേശപ്രകാരം ടൗൺ ACP KV പ്രമോദിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് കൊലപാതകം നടന്ന് വെറും 48 മണിക്കൂറിനുള്ളിൽ പ്രതിയെ വലയിലാക്കിയത്. കഴിഞ്ഞ 19-ാം തീയതി പുലർച്ചെ 3 മണിയോടെയാണ് പാളയം ബസ് സ്റ്റാൻഡിന് പുറകിലെ ഒറ്റമുറി വീട്ടിൽ ബിജുവിനെ ചോരയിൽ കുളിച്ച നിലയിൽ സ്വന്തം അമ്മ കണ്ടെത്തിയത്. കട്ടിലിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മകനെ കണ്ട് അമ്മ അലറിക്കരഞ്ഞ് അയൽവാസികളെയും പോലീസിനെയും വിവരമറിയിക്കുകയായിരുന്നു. വെറും 12 മിനിറ്റിനുള്ളിലാണ് പ്രതി ഈ ദാരുണ കൃത്യം നടത്തി മടങ്ങിയതെന്ന് വ്യക്തമാക്കുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ബിജുവിന്റെ വീടിന്റെ പരിസരത്തേക്ക് ദീപക് അച്ഛന്റെ സ്കൂട്ടറിലെത്തുന്നതും കൊലപാതകത്തിനു ശേഷം തിരികെ പോകുന്നതും പ്രദേശത്തെ 50ഓളം CCTVകൾ പരിശോധിച്ചതിൽ നിന്നും പോലീസിന് വ്യക്തമായിട്ടുണ്ട്. ശരീരത്തിലാകെ 45 മുറിവുകളാണ് ബിജുവിനുണ്ടായിരുന്നത്. ഇതിൽ കഴുത്തിൽ മാത്രം 18 തവണ കുത്തേറ്റ നിലയിലായിരുന്നു. BA ബിരുദധാരിയായ ദീപക് യൂട്യൂബിൽ നിരന്തരം ബോക്സിംഗ് മത്സരങ്ങൾ കാണുന്ന സ്വഭാവക്കാരനായിരുന്നു. മുൻപ് അയൽവാസികളെ ബോക്സിംഗ് രീതിയിൽ മർദ്ദിച്ചതിനും കഞ്ചാവ് ഉപയോഗിച്ചതിനും ഇയാൾക്കെതിരെ കേസുകളുണ്ട്. ലഹരിക്കടിമയായിരുന്ന ഇയാളെ ലഹരിമുക്തി ചികിത്സയ്ക്ക് വിധേയനാക്കാൻ ബിജു നിരന്തരം നിർബന്ധിക്കുകയും അതിനായി മുൻകൈയെടുക്കുകയും ചെയ്തിരുന്നു. കൂടാതെ 3 വർഷങ്ങൾക്ക് മുൻപ് ഇരുവരും തമ്മിൽ കടുത്ത അടിപിടിയും ഉണ്ടായിരുന്നു. ഇതെല്ലാം ദീപകിന് ബിജുവിനോടുള്ള പക വർദ്ധിക്കാൻ കാരണമായി. ശാസ്ത്രീയ തെളിവുകൾ നിരത്തി നടത്തിയ ചോദ്യം ചെയ്യലിലാണ് പ്രതി കുറ്റം സമ്മതിച്ചത്. ബിജുവിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ദീപകിന്റെ കൈവിരലുകളിൽ കണ്ട മുറിവുകളാണ് പോലീസിന് പ്രധാന സംശയത്തിനിടയാക്കിയത്. ബിജുവുമായുള്ള മൽപ്പിടുത്തത്തിനിടയിലും ബിജുവിന്റെ തല മതിലിലിടിക്കാൻ ശ്രമിച്ചപ്പോഴുമാണോ മുറിവേറ്റത് എന്ന ചോദ്യത്തിന് മുന്നിൽ ഇയാൾക്ക് മറുപടിയില്ലായിരുന്നു. കൃത്യത്തിനു ശേഷം തെളിവ് നശിപ്പിക്കാൻ പ്രതി കടുത്ത ശ്രമങ്ങളാണ് നടത്തിയത്. സംഭവം നടക്കുമ്പോൾ ധരിച്ചിരുന്ന രക്തം പുരണ്ട ടീഷർട്ട് ഇയാൾ കത്തിച്ചു കളഞ്ഞു. എന്നാൽ കൊല്ലപ്പെട്ട ബിജുവിന്റെ മൊബൈൽ ഫോണും സ്കൂട്ടറിന്റെ താക്കോലും ദീപകിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ തലയിണയ്ക്ക് അടിയിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. ബിജുവിന്റെ ഫോണിലെ SIM കാർഡ് ഊരിമാറ്റിയ പ്രതി പിന്നീട് തിരികെ ഇട്ടതാണ് സൈബർ പോലീസിന് ലൊക്കേഷൻ കൃത്യമായി കണ്ടെത്താൻ സഹായകരമായത്. ആദ്യഘട്ടത്തിൽ നഗരത്തിലെ ലഹരി സംഘങ്ങളാണ് കൊലപാതകത്തിന് പിന്നിലെന്ന സംശയങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പോലീസിന്റെ കൃത്യമായ അന്വേഷണ മികവിലാണ് ബന്ധുവായ യുവാവിലേക്ക് അന്വേഷണം എത്തിയത്. ചൊവ്വാഴ്ച അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കൃത്യം നടത്തിയ രീതിയെക്കുറിച്ചും കൂടുതൽ തെളിവെടുപ്പുകൾക്കുമായി പ്രതിയെ ഉടൻ തന്നെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. സ്വന്തം കുടുംബത്തിലുള്ള ആൾ തന്നെ ലഹരി നൽകിയ പകയിൽ ഇത്തരമൊരു ക്രൂരത ചെയ്തതിന്റെ ഞെട്ടലിലാണ് പാളയത്തെ നാട്ടുകാരും ബന്ധുക്കളും.